ശകുനത്തിന്റെ പേരിലായിരുന്നു. അതിന്റെ ജനനശേഷം തനിക്ക് പല ദോഷങ്ങളും ദുഷ്ടഗുണങ്ങളും ഉണ്ടായി തുടങ്ങി. അതിന്റെ നാശം കൊണ്ട് ആ ശകുനം തീരും എന്ന വിശ്വാസം ആരാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്? ഇത് അവിശ്വാസികൾ മാത്രമല്ല, പല അവിശ്വാസികൾക്കിടയിലും മറ്റുമൊക്കെ ധാരാളം നരബലികൾ ഇതിന്റെ പേരിൽ നടക്കാറുണ്ട്. അന്ധവിശ്വാസങ്ങളുടെ പേരിൽ, ശകുനങ്ങളുടെ പേരിൽ അവരെ ബാധിച്ച മുസീബത്ത് നീങ്ങുവാനോ അവർ പ്രതീക്ഷിക്കുന്ന ഗുണങ്ങൾ നേടിയെടുക്കുവാനോ ഇത്തരം ശകുനങ്ങളെ അവർ മാർഗമാക്കുന്നു. ഇതൊരു മുസ്ലിമിന് ഉണ്ടാകാൻ പാടില്ല. എന്നാൽ ഏതെങ്കിലും പറയാം, നമ്മുടെ മുസ്ലിം നാമധാരികളിലും ഇത്തരം വിശ്വാസങ്ങൾ വേര് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിയായ അഖീദ, ഇസ്ലാമിക വിശ്വാസം അറിയാത്തതിന്റെ പേരിൽ വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളും അറിയാത്തതിന്റെ പേരിൽ, അതിൽ വന്ന അജ്ഞതയുടെ പേരിൽ പലരിലും ഇത്തരം ശിർക്കൻ വിശ്വാസങ്ങളും അവിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും കടന്നുകൂടിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാനുണ്ട്. എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു വിധിച്ചതല്ലാതെ യാതൊന്നും ബാധിക്കുന്നതല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും ഒരു ഉപദ്രവം ബാധിച്ചാൽ അള്ളാഹു അല്ലാതെ മറ്റാരും അത് നീക്കാൻ, അള്ളാഹു അല്ലാതെ മറ്റാരും തന്നെ അത് നീക്കുന്നില്ല. അള്ളാഹു ഒരു നന്മ നിനക്ക് വരുത്തുവാൻ ഉദ്ദേശിച്ചാൽ അതിനെ തട്ടി മാറ്റാൻ ആരും തന്നെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉറപ്പിച്ചു പറയുന്നത്, ഈ വചനങ്ങൾ കേട്ട ഒരു മുഅ്മിൻ, ഒരു മുസ്ലിം പിന്നെ അവൻ ശബദത്തിന്റെ പിന്നാലെ പോകും. അതാണ് പ്രശ്നം, ഇതാണ് പ്രശ്നം, അതാണ് കാരണക്കാരൻ. ഇങ്ങനെ ഒരു മുഅ്മിൻ ഒരിക്കലും ചിന്തിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക വിശ്വാസം എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ്. അള്ളാഹു നമുക്ക് നൽകിയ വലിയ നിയമത്തുകളിൽ ഒന്നാണ് ശരിയായ വിശ്വാസം, ഇസ്ലാം, തൗഹീദ്, ഈമാൻ. അത് സഹോദരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ വലിയൊരു കിട്ടലാണ്, വലിയൊരു നിധി, വലിയൊരു അനുഗ്രഹം. അൽഹംദുലില്ലാഹ്, ഇസ്ലാം തന്നെ അനുഗ്രഹിച്ച അള്ളാഹുവിന്റെ സ്തുതി. നോക്കൂ, ആളുകൾ ഈ അന്ധവിശ്വാസത്തിന്റെ പേരിൽ എന്തെല്ലാം ഹീനമായ കുറ്റകൃത്യങ്ങളാണ് നടത്തുന്നത്. മനുഷ്യരെ നരബലി നടത്തുന്ന, പച്ചമാംസം വെട്ടിമുറിക്കുന്ന അവസ്ഥയിലേക്ക് മൃഗത്തെക്കാൾ അധപതിക്കുന്ന അവസ്ഥ മനുഷ്യനുണ്ടായി. പിഞ്ചു പൈതങ്ങൾ പോലും കുറ്റത്തിലേർപ്പെടാത്തവരെ പോലും കശാപ്പ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഇതെല്ലാം ഈ അന്ധവിശ്വാസങ്ങളുടെ പേരിലാണ്. എത്രയോ ആളുകൾ അന്ധവിശ്വാസത്തിന്റെ പേരിൽ കണക്ക് നോക്കുന്നവരെ, ജ്യോത്സ്യന്മാരെ സമീപിച്ച് അവരുടെ വാക്കുകൾ വിശ്വസിച്ച് അത് നക്ഷത്രങ്ങൾ തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെടുന്നുണ്ട് എന്ന് വിചാരിച്ച് നടപടികൾ തുടരും. അങ്ങനെ വീട് പൊളിക്കുന്നവരുണ്ട്, അടുക്കള മാറ്റി സ്ഥാപിക്കുന്നവരുണ്ട്, വെച്ച പുതിയ ഭവനം പെട്ടെന്ന് വിട്ടുതുലയ്ക്കുന്നവരുണ്ട്. നഷ്ടക്കച്ചവടം, വീട് സ്ഥലവും വാങ്ങിയതിനേക്കാൾ തുച്ഛമായ വിലക്ക് വിറ്റ് അതിന് തുലച്ചു കളയുന്ന ആളുകളുണ്ട് ശബദത്തിന്റെ പേരിൽ. ഇത് നമ്മുടെ കൗമിലുണ്ട്. ആളുകൾ കന്യമുലയെന്നും പോക്കുവരവെന്നും അടുക്കള ഇരിക്കുന്ന സ്ഥലം ശരിയല്ലെന്നും ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ഇതര മതസ്ഥരായിരിക്കും പറഞ്ഞു കൊടുക്കാം. വളരെ ദുർബല വിശ്വാസിയായ ഇസ്ലാം പേര് കൊണ്ട് മാത്രം നടക്കുന്ന പല ആളുകളും ചിലപ്പോൾ അയൽപ്പക്കത്തോ പരിചയത്തിലുള്ള ഒരു അന്യ മതസ്ഥം പറഞ്ഞു കൊടുക്കും, ഇത് അടുക്കള ഇരിക്കുന്നതിന്റെ പ്രശ്നമാണ്. ഇത് കേട്ടിട്ട് ഒരു മുസ്ലിം പോയി ചെയ്യുന്ന പരിപാടിയാണ്. അവന്റെ വീടിന്റെ സ്ഥാനം മാറ്റി സ്ഥാപിക്കുക, ടോയ്ലറ്റ് പ്രശ്നമാണ്. അപ്പൊ എത്ര ദുർബലമാണ് അവന്റെ വിശ്വാസം. ഇതര